ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റ് വഴി സാധനം വിൽക്കുമ്പോൾ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. എങ്ങനെയാണ് ഓൺലൈനിൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും? GST നിയമത്തെക്കുറിച്ച് ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസറുടെ സഹായം തേടുക. ഓക്കെ, GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പാൻ കാർഡ്, ആധാർ കാർഡ്, റെന്റ് അഗ്രിമെന്റ്, NOC, ഇലക്ട്രിസിറ്റി ബില്ല്, ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, HSN നമ്പേഴ്സ് ഇവയെല്ലാം റെഡിയാക്കി വെക്കുക. ഓക്കെ, GST പോർട്ടലിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ അതിൽ സർവീസ് എന്ന ടാബിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പറും ഇമെയിലും വെച്ച് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു TRN നമ്പർ ലഭിക്കും. അത് വെച്ചിട്ട് പാർട്ട് ബി ഫില്ല് ചെയ്യുക. ഈ പാർട്ട് ബി എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള GST വെബ്സൈറ്റിൽ തന്നെ ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആണ്, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 2 ആഴ്ചക്കുള്ളിൽ GST രജിസ്ട്രേഷൻ ലഭിക്കും. പക്ഷേ പല കേസിലും GST ഓഫീസ് നേരിട്ടെത്തി വെരിഫൈ ചെയ്യും. ഇല്ലെങ്കിൽ അഡീഷണൽ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.